തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം ഇന്ന് രാത്രി ദൈവവചന ധ്യാനത്തിന് വേണ്ടി പരസ്യമായി വായിച്ചു കേൾപ്പിക്കുന്നതായിരിക്കും. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം പ്ലീസ്. ഞാൻ നല്ല പോർ പൊരുതി, അതെ, ഓട്ടം തികച്ചു, അതെ, വിശ്വാസം കാത്തു. അടുത്തത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ആ വചനം എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, പറഞ്ഞേ, വിശ്വാസം കാത്തു. ഇവിടെ ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസന്റെ വാക്കിൻ്റെ ഏറ്റവും സമാപന സമയങ്ങളിൽ ഈ വചനം താൻ കോട്ട് ചെയ്തിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ആ വചനം കോട്ട് ചെയ്തപ്പോൾ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് കിട്ടിയ പോരാട്ടം നല്ലതാണെന്ന് പറഞ്ഞ ഒറ്റ ഭക്തനെ ബൈബിളിലുള്ളൂ, അത് പൗലോസാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളാരും പറയാറില്ല, എനിക്ക് ഇന്നലെ കിട്ടിയ ആ പ്രശ്നം നല്ലതായിരുന്നു, ഇന്നലത്തെ ആ ബുദ്ധിമുട്ട് എനിക്ക് നല്ലതായിരുന്നു. പറഞ്ഞിട്ടില്ല. പറയും എപ്പോഴാണെന്നറിയാമോ? അത് നന്മയായി പരിണമിച്ചു കഴിയുമ്പോൾ നാം പറയും, അത് തിന്മയ്ക്കല്ലായിരുന്നു, അത് നന്മയ്ക്കായിരുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. യേശു കർത്താവ് കഴിഞ്ഞാൽ തിരുസഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ ഇതുപോലെ കഷ്ടം അനുഭവിച്ച ഒരു ദൈവമനുഷ്യൻ വേറെയില്ല. തൻ്റെ കഷ്ടങ്ങളുടെ മേഖലകൾ ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ജോസ് പ്രകാശ് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ചില വാക്കുകൾ ശ്രദ്ധേയമാണ്. പണം കൊണ്ട് അമ്മാനമാടുവാൻ ഒരുപക്ഷെ അപ്പോസ്തോലിക സഭയ്ക്കൊന്നും കാണുകയില്ല. പക്ഷെ പണത്തെ വെല്ലുന്ന പ്രാർത്ഥനയുടെ അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രസ്ഥാനത്തിന് നിക്ഷേപമാണെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പണം കണ്ടുകൊണ്ടല്ല. ദാഹമുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദമുയരുമ്പോൾ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. തൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിപ്പാൻ അവന് മനസ്സുണ്ട്. ഇന്ന് രാത്രി പണം മാറി നിൽക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നത് അറിയുന്ന ദൈവമക്കൾ അല്പസമയം വായി തുറന്ന് അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പിതാക്കന്മാർ വില കൊടുത്ത് നേടിയ ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ അതേ വിലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ ഒരുക്കിയെടുക്കുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കളുടെ ആ കരമടിക്ക് ഒരു അഭിഷേകം ഉണ്ടാകണം. ആരോഗ്യത്തോടെ ആ കരമടിച്ചെന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എനിക്കറിയാം, കുമരകത്ത് പെന്തക്കോസ്തിന്റെ ആദ്യ സമയങ്ങളിൽ കഷ്ടമനുഭവിച്ച ദൈവമക്കളുണ്ട്, ത്യാഗം സഹിച്ചവരുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ നിന്നും പാൻസ് ഇട്ടുകൊണ്ട് വരുന്ന സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടില്ല, മുണ്ടെടുത്തുകൊണ്ട് വരുന്ന സഹോദരന്മാരാണ്. ഇതുപോലെയുള്ള മെഗാ മീറ്റിങ്സുകളൊന്നും നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഈ കഴിഞ്ഞ തലമുറ, കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുള്ളതേ ഉള്ളൂ. ഞാൻ ഇന്നും ഓർക്കുന്നു, കുമരകത്തൊരു ചെറിയ കൺവെൻഷൻ നടക്കുമ്പോൾ ആ ചെറിയ കൺവെൻഷനിൽ 150 പേരുണ്ട്. 10 പെട്രോൾ മാക്സ് വാടകയ്ക്ക് എടുക്കാൻ നിർവാഹമില്ലാതെ വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ അവിടെ ഓമത്തണ്ടെന്ന് പറയും, കപ്പളങ്ങ എന്നൊക്കെ നാട്ടിൽ പറയാറുണ്ട്. കേരളത്തിൽ, കുമരകത്ത്, കോട്ടയത്ത് ഓമത്തണ്ടിൻ്റെ അകത്ത് മണ്ണെണ്ണ നിറച്ചിട്ട് അതിൻ്റെ അറ്റത്ത് തിരി കത്തിച്ച് വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും. 10-20 പേർ ഒരുമിച്ച്. അതിൻ്റെ നടുക്ക കൺവെൻഷൻ നടക്കുന്നത്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു തിരി ഞാനും പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട്. ഇന്ന് ഈ മൈക്കും പിടിച്ചിവിടെ നിൽക്കുമ്പോൾ അന്നേ ദൈവം എന്നെ കണ്ടിരുന്നു. ദൈവം നമ്മെ കുറച്ചില്ല. കാര്യം അവൻ കടം പറയുന്ന ദൈവമല്ല, അവൻ ബാധ്യതയാകുന്ന ദൈവമല്ല, അവൻ മാനിക്കുന്ന ദൈവമാണെന്ന അനുഭവത്തിൽ അറിഞ്ഞ ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്തേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ! എത്ര മനോഹരമായൊരു പന്തലാണ് ഇവിടെ വിരിഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായ സിസ്റ്റം, എത്ര മനോഹരമായ ക്വയറിറ്റി. ഇതിൻ്റെ അകത്തെല്ലാം ഒരു ഡിവൈൻ വിസ്ഡം ഉണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക. എത്ര മനോഹരമെന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാര്യം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചും കൂടി ഒരു ഡിവൈൻ വിസ്ഡം ഈ മീറ്റിങ്സുകളിൽ ഞാൻ കാണുന്നുണ്ട്. ദൈവം കുറച്ചില്ലെന്നതിൻ്റെ തെളിവ് പന്തലല്ല. ഈ സ്റ്റേജിലിരിക്കുന്ന യൗവനക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, ദൈവം ഇവരെ കുറച്ചില്ല, ദൈവം ഇവരെ വളർത്തിയതേ ഉള്ളൂ. അവൻ നല്ലവനാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ ആലേഖനം ചെയ്തു കൊടുത്ത ഒരു ക്രിസ്തു ഭക്തൻ. ശരീരസ്ഥിതി കണ്ടാൽ വലിയ പേഴ്സണാലിറ്റി ഒന്നും പറയാനില്ല, നിന്ദ്യമാണ്. കടലിലും കരയിലും ഒരുപോലെ കഷ്ടപ്പെട്ടൊരു സുവിശേഷകൻ, ഒരു അപ്പോസ്തലൻ.
എടുത്തങ്ങോട്ട് ഇരുത്തിയാൽ ഒരു കൊച്ചു കൊട്ടയ്ക്കകത്തിരിക്കാൻ മാത്രം പാകത്തിൽ ശരീരസ്ഥിതിയുള്ള ഒരു വലിയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൊത്തിയ പാമ്പിനെയും അതിജീവിച്ച് പട്ടണത്തെ പിടിച്ചൊരു വലിയ മനുഷ്യൻ. കപ്പല് തകർന്നിട്ടും തകരാതിരുന്ന ഒരു വലിയ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം എഴുതി വെക്കുകയാ ആ പ്രസ്താവന, ഞാൻ നല്ല പോർ പൊരുതി. ഇത് എഴുതുന്നത് റോമൻ കാരാഗൃഹത്തിൽ വെച്ചാണ്. ഈ ലേഖനം റോമൻ കാരാഗൃഹത്തിൽ വെച്ച്. റോമൻ കാരാഗൃഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ തന്റെ 2 കരങ്ങൾക്കും ചങ്ങലയിട്ടിരിക്കുകയാണ്. 2 കരങ്ങൾക്കും ചങ്ങലയാണ്. ഇതിനു മുമ്പും പല കാരാഗൃഹങ്ങളിൽ പൗലോസ് കടന്നിട്ടുണ്ട്. നമ്മൾ പാടാറുണ്ട്, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായി. അത് ഫിലിപ്പിയ കാരാഗൃഹമാണ്. അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ കൂടെ ശീലാസമുണ്ട്. അവരുടെ കാലുകൾ ആമത്തിൽ ബന്ധിച്ചിരിക്കുക, കാലുകൾ ആമത്തിൽ. ഇവിടെ റോമൻ കാരാഗൃഹമാണ്. ഇവിടെ കാലുകളല്ല, കൈ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കൈ. ദൈവസഭയിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവവചനം പഠിക്കാൻ ആഗ്രഹമുള്ള ദൈവമക്കളൊക്കെ ആ സന്ദേശത്തിൻ്റെ മെയിൻ കണ്ടൻസുകൾ എഴുതിയെടുക്കാറുണ്ട്. ആ റെഫറൻസ് 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 7 and 8 എഴുതിയെടുക്കാറുണ്ട്. ആരും 2 കൈ കൊണ്ട് എഴുതാറില്ല. ഒരു കൈയിൽ പേന പിടിച്ച് മറുകൈയിൽ ഡയറി എടുത്താണ് നിങ്ങൾ എഴുതാറുള്ളത്. പക്ഷേ 2 കൈ ചങ്ങലയ്ക്ക് കിടക്കുമ്പോൾ ചങ്ങലക്കിട്ടാലും ലേഖനം എഴുതാതിരിക്കുകയില്ല ദൈവനിറവുള്ള ദൈവമത്തന്മാർ. നീ 2 കൈയും ചങ്ങലക്കിട്ടാൽ 2 കൈ കൊണ്ടായിരിക്കും അടുത്ത ലേഖനം എഴുതുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആവേശത്തോടെ രാമൻ പറയാൻ കഴിയും? ചങ്ങല കൊണ്ട് തീരുന്നതല്ല ഈ പ്രസ്ഥാനം, ചങ്ങല കൊണ്ട് തീരുന്നതല്ല സുവിശേഷ, ചങ്ങല കൊണ്ട് തീരുന്നതല്ല അഭിഷേക, ചങ്ങല കൊണ്ട് തീരുന്നതല്ല കർത്താവിൻ്റെ വേല. അതിനേക്കാൾ അപ്പുറമായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്താൽ അനുഭവത്തിൽ നിന്ന് ആമേൻ പറയാൻ കരുത്തുള്ള ദൈവമക്കൾ കരമുയർത്തി ഈ രാത്രി അവന് സ്തോത്രം ചെയ്യും. 66ാമത് ജനറൽ കൺവെൻഷൻ കല്ലിയൂരിൽ നിന്നുകൊണ്ട് ഒരു അഭിഷിക്തൻ എന്ന പോലെ ഞാൻ അനൗൺസ് ചെയ്യുന്നു, 2 കൈ കൊണ്ട് എഴുതിയ ലേഖനം. 2 കൈയും ചങ്ങലക്കിട്ടിരിക്കുമ്പോൾ 2 കൈ കൊണ്ട് തന്നെ എഴുതുക, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദൈവമക്കളെ, ദൈവഭക്തന്മാരെയൊക്കെ അകലെ നിന്ന് വീക്ഷിച്ച് കമന്റ് പറയുന്നതിനേക്കാൾ നല്ലത് അടുത്ത് വന്നൊന്ന് ആരാഞ്ഞു നോക്കിയാൽ നിന്റെ കണ്ണ് നിറയും, നിന്റെ കണ്ടമിടറും. ഇതൊന്നും പണത്തിൽ പിടിച്ചു കയറി വന്ന ഇടപാടൊന്നുമല്ല. രാത്രിയുടെ യാമങ്ങളിൽ മുട്ടിമടക്കി ദൈവത്തിൻ്റെ മുമ്പിൽ ഉറക്കം മാറ്റിവെച്ച് ഉണർന്നിരുന്ന് കണ്ണുനീരോടെ കരഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ തലകുമ്പിട്ട് നെറ്റി നിലത്ത് മുട്ടിച്ച് അപ്പൻ്റെ മുമ്പിൽ കരഞ്ഞവനെയോ അവൻ്റെ തലമുറയെയോ വാഗ്ദത്ത നിവർത്തി എന്ന വണ്ണം ദൈവം ഉയർത്തിയെടുത്ത ദൈവത്തിൻ്റെ നീതിയല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളെയും ഒരഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ കരമുയർത്തി അനുഗ്രഹിക്കുകയാ. നിങ്ങളെയോ നിങ്ങളുടെ തലമുറയെയോ എൻ്റെ ദൈവം ആശീർവദിക്കാതെ പോകയില്ല. നിന്റെ 2 കരത്തിന് ചങ്ങലയിട്ടാലും സുവിശേഷകനെ തളയ്ക്കാൻ കഴിയത്തില്ല. ആത്മാവിൻ്റെ ബലമുള്ളവനെ ഒതുക്കാൻ കഴിയത്തില്ല. 2 ചങ്ങല കൊണ്ട് നീ കെട്ടിയാൽ 2 കൈ കൊണ്ട് എഴുതി പുറത്തിറക്കാൻ അടുത്ത അഭിഷിക്ത ലേഖനമുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുക. 4 അധ്യായമുള്ളൊരു കത്ത് റോമൻ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ് എഴുതുകയാണ്. 4 അധ്യായം. എഴുതുന്നേ തിമോത്തിയോസിനെ എഴുതുന്നേ. തിമോത്തിയോസ് ആ സമയത്ത് എഫെസോസിലെ ശുശ്രൂഷയിൽ വ്യാപൃതനാണ്. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം ടർക്കിയിലാണ്. റോം എന്ന് പറയുന്ന സ്ഥലം ഇറ്റലിയുടെ ക്യാപിറ്റലാണ്. ഈ ലേഖനം 2 രാജ്യത്തെ തമ്മിൽ വലിച്ചടുപ്പിക്കുക. റോമയിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് ഇത് എഴുതി. ഇത് പോസ്റ്റ് ചെയ്യാനുള്ള പോസ്റ്റൽ സംവിധാനമില്ല. ഇന്നത്തെ പോലെ വാട്സാപ്പും ഇമെയിലും ഫേസ്ബുക്കും ഒന്നുമില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഈസി ആയിട്ട് കാര്യം ചെയ്യുന്ന പോലെയല്ല പുസ്തകത്തിൻ്റെ ഇടപാട്. ഇതിൻ്റെ പുറകിൽ ത്യാഗമുണ്ട്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? പ്രസംഗം പോലെയല്ല ജീവിതം, അത് യുദ്ധമാണ്. ത്യാഗം സഹിച്ച ദൈവമക്കളെ തറ പറ്റിക്കാൻ ആർക്കും കഴിയത്തില്ല. തീയിൽ കുരുത്ത ദൈവസഭയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. കം ഓൺ, ഹല്ലേലൂയ.
2 കൈ കൊണ്ട് ലേഖനം എഴുതി ഇത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടണം, അടുത്ത രാജ്യത്ത് ഇത് എത്തിക്കണം. എനിക്കിന്ന് നിങ്ങൾക്കൊരു സന്ദേശം പാസ് ചെയ്യാനുണ്ടെങ്കിൽ ഈസിയാ. മാധ്യമങ്ങൾ സാധ്യതകൾ കൂടി, വേണ്ട മറ്റൊരു രാജ്യത്തെത്തണമെങ്കിൽ സാധ്യതകൾ കൂടി. വ്യോമയാന മാർഗങ്ങളുണ്ട്, പക്ഷേ അന്ന് വ്യോമയാന മാർഗങ്ങളില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ഈ കത്ത് കൊണ്ട കൊടുക്കുക. ഇതാരാ കൊണ്ട് കൊടുത്തതെന്നറിയില്ല, പക്ഷെ ആരാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു സല്യൂട്ട് ഉറപ്പാ കൊടുത്തിരിക്കണം. കാര്യം ത്യാഗം സഹിക്കാതെ ഒരു യാത്രയില്ല. അതിശൈത്യമുള്ള സമയം, മഞ്ഞ് ഏൽക്കാതെ, മഴവെള്ളം ഏൽക്കാതെ, കീറിപ്പോകാതെ അദ്ദേഹം അത് സൂക്ഷിച്ചത് കൊണ്ടാണ് ഇത് ഈ പുസ്തകത്തിൽ വന്നേ. ഓ പ്രൈസ് ദി ലോർഡ്. ആരാന്ന് ആർക്കും അറിയില്ല. ഈ കത്ത് കൊണ്ടുപോയ വ്യക്തിയെ അറിയില്ല. ഒരുപക്ഷെ 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ തിഹിക്കോസിനെ എഫെസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. തിഹിക്കോസിന്റെ കയ്യിലാണോ ആവോ ഈ കത്ത് കൊടുത്തു വിട്ടത്, എനിക്കറിയില്ല. അവനെ എഫെസോസിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തു വിട്ടേക്കാം. എങ്കിൽ തിഹിക്കോസിനെ കുറിച്ചൊരു പ്രസംഗം കേട്ടവരാരും ഇതിൻ്റെ അകത്തില്ലല്ലോ. പൗലോസിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ലേ? തിമോത്തിയോസിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ലേ? തിഹിക്കോസിനെ കുറിച്ച് ആരും പ്രസംഗിച്ചിട്ടില്ല. ഒരു സത്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികൾ മുഖാന്തിരമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് ആരും ചിന്തിക്കരുത്. ആരും അറിയാത്ത കുറേ എണ്ണം ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എനിക്ക് മറക്കാൻ കഴിയില്ല. പൗലോസിനെ എല്ലാവർക്കും അറിയാം, തിമോത്തിയോസിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ കത്തുമായി പോയ വ്യക്തിയെ ആർക്കും അറിയത്തില്ല. ഇതുപോലെ ആരാലും അറിയപ്പെടാതെ ദൈവം മാത്രം അറിയുന്ന ഒരു കൂട്ടം ജന ഒരു ഉണർവിന് വേണ്ടി ദാഹിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ കൈമാറിയാൽ ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. ഞാൻ കോട്ടയത്തു നിന്ന് യാത്ര തിരിച്ച് ഇന്ന് രാത്രി ഇവിടെ എത്തി വളരെ റീഫ്രഷായി ഇവിടെ ഒരു സന്ദേശം പ്രസംഗിക്കുക. എനിക്കിത് ഈസിയാണ്, കാര്യം വന്ന് പ്രസംഗിച്ചിട്ട് തിരിച്ചു പോകാം. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി 66ാമത് ജനറൽ കൺവെൻഷൻ എന്നും പറഞ്ഞ് ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ അതാതിടങ്ങളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ആരും പട്ടപ്പകൽ പോയിട്ടല്ല പോസ്റ്റർ ഒട്ടിച്ച്, പാതിരാത്രിയിൽ വെളുപ്പിനെ 11 മണിക്കും 2 മണിക്കും ഉറക്കളച്ച് പോസ്റ്ററും കയ്യിൽ പിടിച്ച് പശയും കയ്യിൽ പിടിച്ച് ഓ പ്രൈസ് ദി ലോർഡ് പോയി പതിപ്പിക്കുകയാണ്. സാം കുമരകം കല്ലിയൂർ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. അനിസൻ കെ ശാമുവേൽ കല്ലിയൂർ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നു. ഈ ഒട്ടിച്ച പുള്ളിയെ ആർക്കും അറിയില്ല, പക്ഷെ നീ ഒട്ടിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിന്നെ ദൈവം പൊക്കിയിരിക്കും, നിന്നെ ദൈവം ഉയർത്തിയിരിക്കും, നിന്നെ ദൈവം ആശീർവദിക്കാതിരിക്കുകയില്ല. കാര്യം ഈ ദൈവം പൗലോസിൻ്റെ ദൈവം മാത്രമല്ല, തിമോത്തിയോസിൻ്റെ ദൈവം മാത്രമല്ല, തിഹിക്കോസിൻ്റെയും കൂടി ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എങ്കിൽ കല്ലിയൂർ ജനറൽ കൺവെൻഷനിൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് അറിയപ്പെടുന്ന വ്യക്തികൾ വരുന്നത് കൊണ്ടല്ല, മറിച്ച് ആരും അറിയാത്ത കുറെ തിഹിക്കോസുമാർ ഇതിൻ്റെ അകത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ആത്മതപനം ചെയ്ത് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ഒന്നാമത്തെ രാത്രി ആ ദൈവദാസൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വർഗം തുറക്കണമേ. അതിൻ്റെ പ്രതിഫലനമാ ഇന്ന് രാത്രി ഈ ജനം ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ഞാൻ കൈമാറിയാൽ എത്ര പേർക്ക് ആവേശത്തോടെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഇതിൻ്റെ അകത്ത് മാത്രമല്ല, ഇത് പുറത്ത് പ്രസിദ്ധീകരിക്കുന്നു എങ്കിൽ, ടെലികാസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, പലയിടങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദര, പ്രാർത്ഥിക്കാനാണോ നിനക്ക് കൃപ കിട്ടിയത്? ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ നന്മ കൊടുക്കാനാണോ നിനക്ക് തോന്നിയത്? നിന്റെ പേര് പൗലൂസ് എന്നായിരിക്കില്ല, നിന്റെ പേര് തിഹിക്കോസ് എന്നാണ്. ഇന്ന് രാത്രി ഞാനിത് വചനം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോഴും ഉപവസിക്കുന്നവർ ഇതിൻ്റെ അകത്ത് കാണാം. ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് ഭക്ഷണം മാറ്റിവെച്ച് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നവർ കാണാം. നിങ്ങളുടെ പേര് തിമോത്തിയോസ് എന്നായിരിക്കില്ല, നിങ്ങളുടെ പേര് തിഹിക്കോസ് എന്നാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ജനം ഇതിൻ്റെ അകത്തുള്ളതിനാൽ ഒരഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി എൻ്റെ ദൈവം അങ്ങനെയുള്ളവരുടെ മേൽ പകരാൻ ആഗ്രഹിക്കുകയാണ്. വായി തുറന്ന് അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ.
ശബ്ദമുയർത്തി, അല്പസമയം ശബ്ദമുയർത്തി അന്യഭാഷകൾ പറഞ്ഞ് ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആത്മനിറവിൽ, ഇത് പ്രഥമ രാത്രിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുപോലെ ദൈവത്തിന്റെ തിരുസാന്നിധ്യ ഇന്ന് രാത്രി പന്തലിൽ വ്യാപരിക്കുന്നതിനാൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വായു തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അന്നത്തെ യാത്ര ഇന്നത്തെ പോലെയുള്ള മേഖലയല്ല. കൂടുതലും രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കപ്പൽ യാത്രയാണ്. കപ്പൽ യാത്ര, അതെ പാസ്റ്ററേ, ഇന്നും കപ്പലുണ്ട്, അന്നും കപ്പലുണ്ട്. പക്ഷെ ഇന്നത്തെ കപ്പലല്ല, അന്നത്തെ കപ്പൽ. കപ്പൽ യാത്ര ചെയ്തിട്ടുള്ളവർ ഒരുപക്ഷെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കാം. ഇന്നത്തെ കപ്പലിൻ്റെ അകത്തോട്ട് കയറിയാൽ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന അതേ സുഖത്തിലുള്ള ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈസിയാണ്, കപ്പലാന്ന് പോലും പറയില്ല. പക്ഷെ അന്നത്തെ കപ്പൽ അങ്ങനല്ല. കാറ്റുകൊണ്ടോടുന്ന പായ്ക്കപ്പലാണ് അന്നുണ്ടായിരുന്നത്. കാറ്റുകൊണ്ടോടുന്ന പായ്ക്കപ്പൽ. ആർക്കെങ്കിലും ഒരാൾക്ക് എഫെസോസിൽ പോകണമെങ്കിൽ, റോമിൽ പോകണമെങ്കിൽ നേരെ അങ്ങോട്ട് എന്ന് എനിക്ക് എഫെസോസിൽ പോകണം, എത്രയാ ടിക്കറ്റ് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് കയറിയാൽ ഒരു കാര്യം കപ്പിത്താന് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ എത്തിക്കാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്നേക്കാളും വലിയൊരു ഡ്രൈവർ വേറെയുണ്ട്. ആ പുള്ളിയാണ് ഒറിജിനൽ ഡ്രൈവർ. പുള്ളിയുടെ പേര് കാറ്റെന്നാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കാറ്റ് കൊണ്ടുപോകുന്ന പോലെ എനിക്കിത് തിരിക്കാൻ പറ്റുള്ളൂ. പുള്ളിയാണ് ഒറിജിനൽ. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനാ ഒറിജിനൽ എങ്കിൽ പറഞ്ഞ സമയത്ത് എത്തിക്കും. പുള്ളി ഒറിജിനൽ ആകയാൽ എനിക്ക് പുള്ളിയോടെ എന്തെങ്കിലും പറയാനുള്ളൂ. സമയം തെറ്റുകയാണ്, എന്നോടൊന്നും പറയരുത്. നിങ്ങളെ നേരിട്ട് റോമിൽ കൊണ്ടുപോകാൻ, എഫെസോസിൽ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പുള്ളി ആ റൂട്ട് നിയന്ത്രിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കലിയൂർ കൺവെൻഷൻ്റെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ആവേശത്തോടെ ഞാൻ പറയുകയാണ്, ഈ സഭ കാറ്റ് കൊണ്ടുപോയ സഭയാണ്. കാറ്റ് നിയന്ത്രിക്കുന്ന കൂട്ടമാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആവേശത്തോടെ ആമേൻ പറയാൻ കഴിയും? കമാൻ, ഈ സന്ദേശം മനസ്സിലാക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി ആവേശത്തോടെ സ്തോത്രം ചെയ്യുക. ബുദ്ധി കൊണ്ടോടുന്നവരുണ്ട് കേട്ടോ, ജ്ഞാനം കൊണ്ടോടുന്നവരുണ്ട് കേട്ടോ. പുറകിൽ നിന്ന് ഹോയ് ഹോയ് എന്ന് വിളിക്കാൻ അച്ചാച്ചന്മാരുള്ളപ്പോ മുമ്പിൽ നിന്നുകൊണ്ട് എന്തേലും പറയാൻ തൻ്റെ ഇടം കാണിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് രാത്രി കല്ലിയൂർ ദൈവസഭയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഭിഷിക്തൻ എന്ന നിലയിൽ ഞാൻ കൈമാറുകയാ. ഈ 66 വർഷം പണമല്ല കൊണ്ടുവന്ന്, ബുദ്ധിയല്ല കൊണ്ടുവന്ന്, ജ്ഞാനമല്ല കൊണ്ടുവന്ന്, കാറ്റാണ് കൊണ്ടുവന്നതെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയോ? ആത്മാവുള്ള ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ആത്മാവുള്ള ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ബുദ്ധി മാറി നിൽക്കട്ടെ. ആത്മാവിന് 2018 നീ സ്വാതന്ത്ര്യം കൊടുക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുകയാ, 2017 വരെ നീ കേട്ട മുഴുവൻ ചോദ്യങ്ങൾക്ക് 2018 എന്റെ ദൈവം ഉത്തരവുമായി ഇറങ്ങിയിരിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ഇടംബലം ഫോക്കസ് ചെയ്യണ്ട. സകല കൊയർ ടീം, സകല മ്യൂസീഷ്യന്മാര്, സകല ദൈവദാസന്മാര് ആത്മ നിറവിൽ അന്യഭാഷകളിൽ ഇന്ന് രാത്രി ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുക. 2018 കാറ്റിന്റെ വർഷമാണ്. 2018 ആത്മാവിന്റെ വർഷമാണ്. 2018 നിന്റെ കുടുംബ ജീവിതത്തെ കാറ്റ് കൊണ്ടുപോകുന്ന വർഷമാണ്. നിന്റെ ആൺ തലമുറയെ കാറ്റ്, ആത്മാവിന്റെ കാറ്റ് ഗൈഡ് ചെയ്യാൻ പോകുക. ഇന്ന് രാത്രി പ്രാപിക്കുക. ഒരു അസാധാരണമാകുന്ന ദൈവമഹത്വം ഈ പന്തലിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നവരും നിൽക്കുന്നവരും ഒരുപോലെ വായി തുറന്ന് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസിനെ റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ കപ്പിത്താൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാറ്റാണ് ഓണർ, കാറ്റാണ് ഡ്രൈവർ. ബൈബിൾ എഴുതി, കാറ്റ് സമ്മതിക്കായികയാൽ ക്രേത്ത ദ്വീപിന്റെ മറുപറ്റി ഓടി. കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറുപറ്റി ഓടി. അങ്ങനെയൊന്നും റൂട്ടില്ല കപ്പലിന്. പക്ഷേ കാറ്റിന് അങ്ങനെയൊക്കെയാ റൂട്ട്. പറയുന്നേ അമ്മേ, ആ
കരവൊന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാ തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ. എത്ര പേർ ദൈവത്തോട് പറയുന്നു, ഈ ആണ്ട് മുഴുവൻ ആത്മാവ് എന്നെ കൊണ്ടു നടന്നാൽ മതി, ആത്മാവ് കൊണ്ടു നടന്നാൽ മതി. പഴയൊരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, ആത്മാവാ വഴി കാട്ടി എന്നെ സാധാരണത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. കരങ്ങൾ ഉയർത്തി. ചീണരെ സന്തോഷിപ്പി തന്നിൻ ബാമൊഴി കേൾപ്പി. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ. ഹല്ലേലൂയ. പുതിയ നിയമസഭ കാറ്റുകൊണ്ടോടുന്നതാണ്. യെസ് ഓർ നോ? ആമേൻ. പുതിയ നിയമസഭ കാറ്റുകൊണ്ടോടുന്നതാണ്. 66 വർഷം കാറ്റുകൊണ്ടോടിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് അഭിമാനത്തോടെ ആമേൻ പറയുന്നേ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ബുദ്ധി കൊണ്ട് നീ ഓടിയാൽ മനുഷ്യന് നിന്നെ കുതികാലി ചവിട്ടാൻ പറ്റും. കാറ്റുകൊണ്ട് നീ ഓടിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നോ നോ നോ, കാറ്റുകൊണ്ട് ഓടിയാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ഒന്നുകൂടെ കൈമാറുന്നു, കാറ്റുകൊണ്ടോടിയാൽ ആർക്കും നിന്നെ അട്ടിമറിക്കാൻ കഴിയത്തില്ല. നീ ബുദ്ധി കൊണ്ടോടിയാൽ നിന്നേക്കാൾ ബുദ്ധിയുള്ളവർക്ക് നിന്നെ തകർക്കാൻ കഴിയും. നീ ബലത്തിൽ ഓടിയാൽ നിന്നേക്കാൾ ബലമുള്ളവർക്ക് നിന്നെ തകർക്കാൻ കഴിയും. നീ പണത്തിൽ ഓടിയാൽ നിന്നേക്കാൾ പണമുള്ളവർക്ക് നിന്നെ തകർക്കാൻ കഴിയും. പക്ഷെ നീ ആത്മാവിന്റെ കാറ്റിൽ ഓടിയാൽ പണം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നിന്നെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. ആത്മാവിൽ ഓടുന്ന ദൈവമക്കൾ ചേർന്നവന് സ്തോത്രം ചെയ്യട്ടെ. 12 പേരിൽ തൊട്ടു തുടങ്ങിയ ഈ പ്രസ്ഥാനം 120 കയറിയില്ലേ, 3000 കയറിയില്ലേ, 5000 കയറിയില്ലേ. പിന്നെ എണ്ണം പറയാൻ മേലാത്ത കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതിയപ്പോൾ എഴുതി പെരുകി 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 പെരുകി. എന്നാ കാര്യം? ബേസ്മെന്റ് കാശല്ല, ബേസ്മെന്റ് ബുദ്ധിയല്ല, ബേസ്മെന്റ് സൗന്ദര്യമല്ല, ബേസ്മെന്റ് പിടിപാടല്ല, അടിസ്ഥാനം അഭിഷേകമാ. ഹല്ലേലൂയ. Come on, hallelujah. Para hallelujah. Praise God. കാറ്റുകൊണ്ട് ഓടുന്നത് നല്ലത്. ബുദ്ധിയുള്ളവൻ നിന്നേക്കാൾ മുമ്പ് ഫിനിഷ് ചെയ്യും. കാറ്റുകൊണ്ട് ഓടുന്ന നീ അങ്ങനെ ഫിനിഷ് ചെയ്യല. കാറ്റിന് ഇഷ്ടമുള്ളിടത്തൊക്കെ സ്റ്റോപ്പുണ്ട്. പൗലൂസിനെ റോമിലേക്ക് കൊണ്ടുപോയപ്പോൾ പൗലൂസിനോ കപ്പിത്താനോ മാലുമിക്കോ ഒക്കെ അറിയാവോ മെലീത്തെ സ്റ്റോപ്പുണ്ടെന്ന്? അറിയോ? ഇല്ല. കാറ്റിനുള്ള സ്റ്റോപ്പ് റോമിന് മുമ്പ് മെലീത്തയാണ്. ദൈവമക്കളാകുന്ന നമ്മൾ പറഞ്ഞാൽ ശക്തമായ പോരാട്ടമാണ്, ശക്തമായി പിശാച് ചെയ്തുകൊണ്ടിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ട്. എന്ന കാര്യം തന്നെ റോമിലെത്തിക്കാതെ മെലീത്തെ അതും കപ്പൽ തകർത്തിക്കൊണ്ട് ബാക്കി നീന്തി പിന്നെ പലകെ പിടിച്ച് ആ കൂടെ പാമ്പ് കൂടെ കൊത്തിയാലോ? അപ്പോസ്തലൻ തീർത്ത് പറഞ്ഞു, പാമ്പ് കൊത്തിയോ ദൈവഹിതമാണ്. ഞാനല്ല റൂട്ട് നിയന്ത്രിക്കുന്നത്, റൂട്ട് നിയന്ത്രിക്കുന്നത് കാറ്റാണ്. പാമ്പ് കൊത്തിയിട്ടുണ്ടെങ്കിൽ പുപ്ലിയോസിന്റെ വീട്ടിൽ അത്ഭുതം നടന്നിരിക്കും. മെലീത്ത പാമ്പില്ലാത്ത ദീപാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ദൈവഹിതമാണ് ഈ രാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവഹിതമാണ്. സ്വർഗത്തിലെ പോലെ ഇന്ന് രാത്രി ഭൂമിയിലും അത് സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ആശീർവദിക്കുകയാ. മാസങ്ങൾ കൊണ്ട് യാത്ര ചെയ്ത് കപ്പലിൽ വാഹനമൃഗത്തിന്റെ മുകളിൽ കാൽനടയായി തണുപ്പേറ്റ് പക്ഷേ ഈ പേപ്പർ കീറാതെ തിമോത്തിയോസിന്റെ 2-ാം ലേഖനവുമായി ഒരു മനുഷ്യൻ പുറപ്പെടുകയാണ്. എത്തി കത്തെടുത്ത് കയ്യിൽ കൊടുത്തു. തിമോത്തിയോസ്, പൗലൂസ് എഴുതി തന്ന കത്താണ്.
റോമിൽ വെച്ച് കാരാഗൃഹത്തിൽ വെച്ച് കൈച്ചങ്ങലയിൽ കിടക്കെ 2 കൈ കൊണ്ട് എഴുതിയതാണ്. നിനക്ക് തരാൻ വേണ്ടി എഴുതിയതാണ്. ആവേശത്തോടെ കത്ത് വാങ്ങി പൊട്ടിച്ചു. നിജപുത്രനാകുന്ന തിമോത്തിയോസിന് പൗലോസ് എഴുതുന്നു. എന്തൊരു കഥ അത്! ഞാൻ കാരാഗൃഹത്തിൽ കിടക്കുകയാണെങ്കിൽ ജെറമ്യാ സുന്ദരം അവർക്ക് ഞാനൊരു കത്ത് സഭയിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ 4 ലേഖനത്തിൻ്റെ 4 അധ്യായത്തിൻ്റെ അകത്തുള്ള ഒരു വാക്യവും ഞാൻ എഴുതുകയില്ല. എൻ്റെ പരിതാപ മേഖലകൾ മുഴുവൻ ഞാനതിൻ്റെ അകത്ത് ആടി പറഞ്ഞാമേ. എനിക്ക് രക്ഷപ്പെടണമെന്നൊരു ആശയുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിക്കണം, സഭയിൽ പറയണം. എന്നാ കാര്യം? ചാകാൻ പേടിയുള്ളതുകൊണ്ടാണ്. അപ്പോസ്തലൻ്റെ അകത്ത് ഭയമില്ല. കാര്യം ഈ വേല തികച്ചോടുന്നവന് പേടിക്കാനൊന്നുമില്ല. ഒരു പണിയില്ലാത്തവന് പേടിക്കും. അവനില്ലാത്ത പണിയെല്ലാം ഒപ്പിക്കും. എന്നാൽ വേലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവന് എപ്പം വിളിച്ചാലും പോകാൻ പുള്ളി തയ്യാറാണ്. പുള്ളി ഇങ്ങനെ ഇവിടെയാണ് നടക്കുന്നത്. ഒരു അന്യഗ്രഹ ജീവിയെ പോലെ ഇവിടെ ഇങ്ങനെ നടക്കുക. എപ്പം വിസ തീരുന്നു അന്നേരം എന്ത് ചെയ്യും? അതിന് പ്രായമൊന്നുമല്ല, അതിന് വിഷയം വേല തികയ്ക്കുന്നതാണ് വിഷയം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. ആയുസോടെ ഈ രാത്രി നമ്മളെ എത്തിച്ചതിനുള്ള സ്പെഷ്യൽ സ്തോത്രം ദൈവത്തിന് കൈമാറിയേക്കണം. കാരണം വേല ഇനിയും തികയ്ക്കാനുണ്ട്. കുറച്ചും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആയുസോടും ആരോഗ്യത്തോടും ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. വേല തികഞ്ഞിട്ടുണ്ടോ? വിത്തിൻ സെക്കൻഡ് 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറേ നാം പറന്നെത്തിയിരിക്കും. അതാ നമ്മുടെ മിനിസ്ട്രിയുടെ, നമ്മുടെ ലൈഫിൻ്റെ ക്ലൈമാക്സ്. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മഹത്വം പ്രത്യാശയാണ്. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മൺമറഞ്ഞ സിദ്ധന്മാരും ജീവനോടിരിക്കുന്ന ശുദ്ധന്മാരും ഒരുമിച്ച് ചേരുന്ന നല്ലൊരു സുന്ദര സുദിനം. അതിന് കൊടുക്കാം വില. അതിനുവേണ്ടി പ്രസംഗിക്കാം, അതിനുവേണ്ടി പാടാം, അതിനുവേണ്ടി ജീവിക്കാം. യേശു വരാറായി. സഹതാപതരംഗങ്ങളൊന്നുമില്ലാത്തൊരു ലേഖനം താനെ കുത്തിക്കുറിക്കുക. അതിൻ്റെ അകത്ത് എൻ്റെ കൈവപ്പിനാൽ നിന്നിനുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രായം ചെന്നൊരു ദൈവമനുഷ്യന് കൈമാറുകയാണ്. വർഷം എത്ര കഴിഞ്ഞാലും നിന്നെ ഏൽപ്പിച്ച വരം വിട്ട് നീ ഒരു ശുശ്രൂഷ ചെയ്യരുത്. രാത്രി ആത്മാവിന് എന്നോടും നിങ്ങളോടും ഇതാ പറയാനുള്ളേ. ആണ്ടെത്ര കഴിഞ്ഞാലും നിന്നെ തൊട്ട വരവും ആത്മാവും കൃപയൊന്നും വിട്ടുകളഞ്ഞ് മറ്റൊരു കാര്യത്തിന് വേണ്ടി മല്ല് പിടിക്കാൻ നിൽക്കരുത്. 1 താലന്ത് ഏൽപ്പിച്ചോ, 2 ഏൽപ്പിച്ചോ, 5 ഏൽപ്പിച്ചോ, ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യാനുള്ളൊരു ദൈവകൃപ ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ അകത്ത് ദൈവം പകരാൻ പോകുകയാ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊള്ളുക. പരിശുദ്ധാത്മാവിന്റെ നിറവ് ആദ്യം പ്രാപിച്ചത് ഓർമ്മയുള്ള ദൈവമക്കൾ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ്, 60 വർഷം മുമ്പ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ മേൽ വന്ന് നാവ് തുറന്ന് അന്യഭാഷകളാൽ നീ നിറഞ്ഞ ആത്മാവിൽ പ്രാർത്ഥിച്ച സമയം ഓർമ്മയുണ്ടോ? അന്ന് ദൈവത്തിന്റെ ആത്മാവ് അന്യഭാഷകൾ മാത്രമല്ല നിന്റെ നാവിൽ പകർന്നത്, വരങ്ങൾ കൂടി നിന്റെ നാവിൽ പകർന്നിരുന്നു. ചിലപ്പോൾ പ്രവചനവരം പകർന്നു കാണാം, വെളിപ്പാട് പകർന്നു കാണാം, വ്യാഖ്യാനം പകർന്നു കാണാം, ദർശനം പകർന്നു കാണാം. ആണ്ടത്ര കഴിഞ്ഞാലും ഇന്ന് രാത്രി ദൈവം പറയുക, അത് തന്ന ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കും. ആണ്ട് പഴകിയതല്ല എനിക്ക് വിഷയ, അച്ചാച്ചന്മാര് പേടിപ്പിച്ചതല്ല എനിക്ക് വിഷയ, ആരോ നിന്നെ കുറിച്ച് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്തതല്ല എനിക്ക് വിഷയ. അവിടെ വരുമ്പോൾ മുട്ടടിക്കാതെ 2 തന്നു, 2 ഇതാ കർത്താവേ എന്ന് പറഞ്ഞു തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ തയ്യാറാണെന്ന് പറയാൻ കരുത്തുള്ള ദൈവമക്കൾ കരമടിച്ചവന് സ്തോത്രം ചെയ്യട്ടെ. ദൈവദാസന്മാരെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാ. 66ാമത് ജനറൽ കൺവെൻഷൻ പ്രസംഗ പരമ്പരയായിരിക്കുകയില്ല, കൃപാവരങ്ങളുടെ ജ്വലനമായിരിക്കുക, വരങ്ങളുടെ ജ്വലനമായിരിക്കുക. ഈ പന്തലിന്റെ അകത്ത് പണ്ട് കാത്തിരിപ്പ് യോഗം നടത്തിയപ്പോൾ വെളിപ്പെട്ടതിനേക്കാൾ ദൈവശക്തിയുടെ വ്യാപാരത്താൽ പിതാക്കന്മാർ, മാതാക്കൾ, ദൈവമക്കൾ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് അടുത്ത ജനറേഷനെ എടുത്തു നിർത്താൻ ഇതൊരു പവർ സ്റ്റേഷനായി മാറട്ടെ. വിശദീകരിക്കുന്നില്ല ഞാൻ. 1-ാം അധ്യായം വായിച്ചു വിട്ടു. 2-ാം അധ്യായം വായിച്ചു തുടങ്ങിയാൽ ആ കത്തിന്റെ, എൻ്റെ മകനെ തിമോത്തിയോസേ, സുവിശേഷയുടെ കൃപയിൽ ബലപ്പെടണം. 3-ാം അധ്യായം വായിച്ചു വിട്ടു. 4-ാം അധ്യായം തുടങ്ങി. 6-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ വായനയുടെ വേഗത കുറഞ്ഞു. കണ്ണു നിറഞ്ഞു, കണ്ടമൊന്നടറി. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ആ വായിച്ച ഭക്തൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. വർഷങ്ങളുടെ ബന്ധമായത്.
ചെറിയ പ്രായത്തിൽ പൗലൂസിൻ്റെ കയ്യിൽ കിട്ടിയതാ തിമോത്തിയോസിനെ. കിട്ടിയ കാലത്തെ മനസ്സിൽ അന്ത്യം വരെ നിന്ന ഒരു തിമോത്തിയോസ്. നിങ്ങൾക്കറിയാമോ, ശീലാസുമാർ കൂടെ നിൽക്കണമെന്നില്ല, ഒനേസിമോസുമാർ കൂടെ നിൽക്കണമെന്നില്ല, ഫിലേമോന്മാർ കൂടെ നിൽക്കണമെന്നില്ല അന്ത്യം വരെ. പക്ഷെ തിമോത്തിയോസ് നിന്നിരിക്കും. അപ്പോസ്തോലിക ദൈവസഭയ്ക്ക് ആയിരക്കണക്കിന് തിമോത്തിയോസുമാരെ എൻ്റെ ദൈവം ഇനിയും എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുകയാ. അപ്പോസ്തലന്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മരിക്കാൻ പേടിയില്ലാത്തൊരു ക്രിസ്തു ഭക്തൻ പൗലോസ്. അദ്ദേഹം തീർത്ത് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാ, മരിച്ചാൽ എൻ്റെ ബിസിനസ് ലാഭമാണ്. എൻ്റെ ബിസിനസ് ലാഭമാകുന്ന എപ്പോഴാ? ഞാൻ മരിക്കുമ്പോഴാ. പല അച്ചാച്ചന്മാരുടെയും ബിസിനസ് ലാഭമാകുന്നത് ജീവനോടിരിക്കുമ്പോൾ തന്നെയാണ്. പക്ഷെ ഒരു ക്രിസ്തു ഭടൻ പറയുകയാ, പടചേർത്തവനെ പ്രസാദിപ്പിച്ചവൻ പറയുകയാ, എൻ്റെ കണ്ണടയുന്നെങ്കിൽ എനിക്കത് ലാഭമാണ്. പക്ഷേ 6-ാം വാക്യം സ്വാഭാവിക മരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയല്ല, രക്തസാക്ഷിത്വ മരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പരിശുദ്ധാത്മ വരുമ്പോൾ ശക്തി ലഭിച്ച് യെരൂശലേം മുതൽ ഭൂമിയുടെ അറ്റം വരെ നിങ്ങൾ എൻ്റെ രക്തസാക്ഷികളാകുമെന്ന ദൈവവചനം. കോടിക്കണക്കിന് രക്തസാക്ഷികൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നുണ്ട്. ടർക്കിയുടെ ക്യാപിറ്റലാകുന്ന ഇസ്താംബൂളിൽ നിങ്ങൾ ചെന്നാൽ ഒരു ഉയർന്ന അമ്പരച്ചുംബിയായ ഒരു പള്ളി, ഒരു ചർച്ച അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. കാണേണ്ടത് തന്നെയാണ് ആ സൗധം. എന്താ പാസ്റ്റർ ഇസ്താംബൂളിലെ പള്ളിക്ക് ഇത്ര പ്രത്യേകത? അതിൻ്റെ പണിയുടെ മനോഹാരിതയല്ല, മറിച്ച് 1.5 ലക്ഷം ക്രിസ്ത്യാനികൾ രക്തസാക്ഷിയായി പിടഞ്ഞു വീണ് മരിച്ച മണ്ണാണത്. 1-2 പേരല്ല, 1.5 ലക്ഷം ക്രിസ്ത്യാനികൾ അവരുടെ രക്തം കുടിച്ച മണ്ണിലാണ് ആ പള്ളി പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ കൈമാറുകയാ. ഭാരതത്തിൽ ഒരു ഉണർവ് മിച്ചം കിടപ്പുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? എനിക്കറിയാം, ജെറമ്യാ സുന്ദരം അവരുകൾ ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ചെറുപ്പക്കാരെ പണിതെടുത്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇവരിൽ ചിലർ ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി ഉത്തരേന്ത്യയെ ചലിപ്പിക്കാനുള്ളൊരു ദൈവപ്രവൃത്തിക്കായി ദൈവം അയക്കുകയില്ലേ? പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറുണ്ട്? കോടിക്കണക്കിന് രക്തസാക്ഷികൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവം ഉൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഹോരേബ് പർവ്വതങ്ങൾ, സീനായി പർവ്വത നിരകൾ ഇന്നുമുണ്ട് ഈജിപ്തിൻ്റെ ക്യാപിറ്റലാകുന്ന കൈറോയിൽ. ഞാൻ 2 പ്രാവശ്യം സീനായി പർവ്വത നിരകൾ കാണാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സീനായി പർവ്വത നിരകളുടെ താഴെ ഒരാശ്രമമുണ്ട്, ഒരു മൊണാസ്ട്രി ഉണ്ട്. സഹോദരിമാരെ, ഒരു സഹോദരിയുടെ പേരിലാണ് ആ മൊണാസ്ട്രി അറിയപ്പെടുന്നത്, സെന്റ് കാതറിൻ മൊണാസ്ട്രി. ആ ആശ്രമത്തിൽ 33 സന്യാസിമാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്താണ് സെന്റ് കാതറിൻ്റെ ശവം അടക്കിയിരിക്കുന്നത്. ഈജിപ്തിൽ ദൈവത്തെ ആരാധിച്ച ഒരു ധീര വനിതയായിരുന്നു അവൾ. ചക്രവർത്തി അവളെ അറസ്റ്റ് ചെയ്തു, തുറങ്കലിൽ അടച്ചു. നിനക്കറിയരുതോ ഇവിടെ യേശുവിനെ ആരാധിക്കരുതെന്ന്? അവൾ പറഞ്ഞറിയാം. പിന്നെന്താ നീ ആരാധിച്ച്? ഒറ്റ കാര്യം, ആരാധിക്കാൻ കൊള്ളാകുന്നൊരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവാ. അവിടെ കൈ ഉയരണ്ട കാര്യം, ഇത് ആരാധിക്കാൻ കൊള്ളാകുന്നൊരു നാമമാണ്. ഉടനെ ചക്രവർത്തി പറഞ്ഞു, നിന്നെ വധശിക്ഷയ്ക്ക് ഞങ്ങൾ വിധിക്കും, തള്ളിപ്പറയണം യേശുവിനെ. അവൾ പറഞ്ഞു, നോ, തള്ളിപ്പറയല. എന്താ കാര്യം? ഒറ്റ കാര്യമേ ഉള്ളൂ, തള്ളിപ്പറയാൻ പറ്റിയ നാമമല്ല എൻ്റെ യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി യേശുവിനെ ഈ പ്ലാറ്റ്ഫോമിൽ ഉയർത്തുന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾ എത്ര പേര് ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? തള്ളിപ്പറയാൻ പറ്റിയ നാമമല്ല യേശുവിൻ്റെ നാമം. തള്ളിപ്പറയാൻ പറ്റിയ നാമമല്ല യേശുവിൻ്റെ നാമ. ഇതുപോലെ വേറൊരു നാമം ഈ ഭൂമിയിൽ ഇല്ല. ഇണയില്ലാത്ത നാമം, ഇമ്പ നാമ. ഏഴയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഏക നാമ. രോഗിക്ക് സൗഖ്യം നൽകുന്ന നാമ, പാപിക്ക് മോക്ഷം നൽകുന്ന നാമ, ബന്ധനങ്ങൾ അഴിക്കുന്ന നാമ, കെട്ടുകൾ പൊട്ടിക്കുന്ന നാമ, പിശാചിന്റെ ആമിക്കയറുകളെ അഴിച്ചു കളയുന്ന നാമ, ആരോടും കടം പറയാത്ത നാമ,
നാമ, ആർക്കും ബാധ്യതയല്ലാത്ത നാമ, ആ നാമത്തിനൊപ്പം വെക്കാൻ പറ്റിയ ഒരു നാമ ഈ ഭൂമിയിൽ ഇതുവരെ ഇല്ല, ഇനിയോട്ടുണ്ടാവുകയുമില്ല. ആ നാമ തത്വത്തിന്റെ മുദ്രയാ, ആ നാമ തേജസ്സിന്റെ പ്രഭയാ, ആ നാമ ദാവീദിന്റെ താക്കോല, ആ നാമ ദാവീദിന്റെ വേരാണ്, ആ നാമം അൽഫായ, ആ നാമം ഒമേഗ, ആ നാമ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള നാമ, കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ അഴകുള്ള നാമ, താഴ്വരകളുടെ ഇടയിൽ നല്ല താമരപ്പൂ പോലെ അഴകുള്ള നാമ, 10,000ങ്ങളിൽ അതിസുന്ദരനായ നാമ, ആ നാമമത്രേ. എത്ര പേർക്ക് യേശു എന്ന് കൈമാറാൻ കഴിയുക? ആ നാമത്തിന്റെ പേര് ഉറക്കെ പ്രസ്താവിക്കുക. Once more, Jesus. അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് അങ്ങോട്ട് പോകാനുള്ള ആശയം എന്താണെന്നറിയോ? അവനെ കാണുന്നതാണ് ഏറ്റവും സന്തോഷം. അതുകൊണ്ടൊരു ഭക്തൻ പാടി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം. എത്ര ആവേശമുള്ള വരികളാണല്ലേ. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നും, ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നു, ഉയർത്തിന്നോളമെന്നെ നിർത്തിയതാ, ഉയർത്തിന്നോളമെന്നെ നിർത്തിയതാ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഹല്ലേലൂയ. തള്ളി പറയാൻ പറ്റിയ നാമമല്ലേ യേശുവിൻ്റെ നാമം. അവസാനം ചക്രവർത്തി പറഞ്ഞു, നിന്നെ അതിദാരുണമായി കൊല്ലും, യേശുവിനെ തള്ളി പറയണം. അവൾ പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു കൂട്ടം യൗവനക്കാർ ജീവനെങ്കിൽ ജീവൻ വെച്ച് യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി വല്ലപ്പോഴുമല്ല പൂർണ്ണ സമയം രംഗത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജനാവലികളെല്ലാം നോക്കി നിൽക്കെ 2 രാജരഥം കൊണ്ടുവന്ന് നിർത്തി. ആ 2 രാജരഥത്തിന്റെ ഇടയിൽ അധീര വനിതയെ കൊണ്ട് നിർത്തി. എന്നിട്ട് ചക്രവർത്തി പറഞ്ഞു, നിന്റെ ഫൈനൽ ടൈമായത്. ഞാൻ നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. നിനക്ക് തള്ളി പറയാം, യേശുവിനെ തള്ളി പറഞ്ഞാൽ നിന്നെ എൻ്റെ ഭാര്യയായി ഞാൻ അരമനയിൽ സ്വീകരിക്കാം, നിനക്ക് എൻ്റെ പത്നിയായിട്ട് അവിടെ വിഹരിക്കാം. അല്ല എങ്കിൽ മരണം ഉറപ്പാണ്. അവൾക്ക് ഒന്നും കൂടി ആലോചിക്കേണ്ടി വന്നില്ല. അവളെ 2 രഥത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കൈമാറി, നിന്റെ ഭാര്യയായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ യേശുവിൻ്റെ മണവാട്ടിയായിരിക്കുന്നതാണ്. മണവാട്ടി സഭ സ്തോത്രം ചെയ്യാതിരിക്കരുത്, മണവാട്ടി സഭ കൈ ഉയർത്താതിരിക്കരുത്, മണവാട്ടി എന്ന പൊസിഷൻ്റെ അകത്തിരുന്നു കൊണ്ടൊരു ഹല്ലേലൂയ പറയാതിരിക്കരുത്, മണവാട്ടി ആ പൊസിഷൻ്റെ അകത്തിരുന്നു കൊണ്ട് ആരോഗ്യത്തോടൊരു സ്തോത്രം ചെയ്യാതിരിക്കരുത്. നിന്റെ ഭാര്യയായിരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എൻ്റെ യേശുവിൻ്റെ മണവാട്ടിയായിരിക്കുന്നത്. അവിടെ ഇടതുവശത്തൊരു രഥം, വലതുവശത്തൊരു രഥം. ചക്രവർത്തി പറഞ്ഞു, അവളെ കൊല്ലുക. ആ ക്രിസ്തു ഭക്തയുടെ ഒരു കാലും ഒരു കൈയും കൂടി ചേർത്ത് ഒരു രഥത്തിലേക്ക് കെട്ടി, മറുഭാഗത്തെ കൈയും മറുഭാഗത്തെ കാലും മറ്റൊരു രഥത്തിലേക്ക് കെട്ടി. ജനം നോക്കി നിൽക്കെ ആ രഥം മുമ്പോട്ട് ഉരുളാൻ തുടങ്ങി. അവളും മുമ്പിലേക്ക് പോകുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രഥം 2 ദിക്കിലേക്ക് അവർ ഓടിച്ചപ്പോൾ ആ ശരീരം 2ആയി കീറിപ്പോയി. അവിടെ രക്തം ചിന്തി അവളെ മണ്ണ് വിട്ട് മാറ്റപ്പെട്ടു. കാണാം അപ്പോസ്തോലിക സഭയെ, നമുക്കവരെ അവന്റെ വരവിങ്കൽ ഏറ്റവും ഫ്രണ്ട് റോയിൽ കാണാം. രക്തസാക്ഷികളെ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി.
വേലക്കാരായി ഇറങ്ങാൻ ആരുണ്ട്? വേലക്കാരികളായി ഇറങ്ങാൻ ആരുണ്ട്? ഈ സ്റ്റേജിലെ യൗവനക്കാരെ ദൈവം ചലഞ്ച് ചെയ്യുകയാ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തും ചതിക്കാൻ, എന്തും മഹിമയും താഴെ വെക്കാൻ, എന്തും പൊസിഷനും താഴെ വെക്കാൻ, മൂപ്പന്മാർ കിരീടങ്ങളെടുത്ത് താഴെ വെച്ച് നാഥന്റെ മുമ്പിൽ ചാടി തുള്ളിയതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ കരുത്തുള്ള ചെറുപ്പക്കാർ ഇന്ന് രാത്രി കല്ലിയൂരിൽ ചാടി എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ഞാൻ വിശ്വസിക്കുക, ഈ കഷ്ടപ്പാടുകളൊന്നും വെറുതെയായി പോവുകയില്ല, ഈ അധ്വാനങ്ങളൊന്നും വെറുതെയായി പോവുകയില്ല. ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാൻ കരുത്തുള്ള ചിലരെ ഇന്ന് രാത്രി ദൈവം ഇതിൻ്റെ അകത്ത് അഭിഷേകം ചെയ്യാൻ പോകുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ചിലരോട് വാദിച്ചുകൊണ്ടിരിക്കുകയാ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില തീരുമാനങ്ങളിലേക്ക് ചിലരെ ദൈവാത്മാവ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാ. സഹോദരി, നിന്റെ ജന്മ സുവിശേഷത്തിന് വേണ്ടിയാ. സഹോദര, നിന്റെ ജന്മ സുവിശേഷത്തിന് വേണ്ടിയാ. വീട്ടിലെ പോരാട്ടം കൊണ്ട് നീ തകരുകയില്ല, നാട്ടിലെ പ്രശ്നം കൊണ്ട് നീ തകരില്ല, സഭയിലെ രാഷ്ട്രീയ ശക്തികൾ കൊണ്ട് നീ തകരുകയില്ല. ലൂസിഫർ വിചാരിച്ചാൽ നീ തകരുകയില്ല. കാര്യം അവന്റെ തലയെ കാൽവറിയിൽ തകർത്തവന് വേണ്ടി ഇന്ന് രാത്രി ഒരു പടക്കുതിരയെ പോലെ ദൈവത്തിന് കുറെ തബീഥമാരെ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. ദൈവത്തിന് കുറെ ഫേബാമാരെ ആവശ്യമാണ്. ദൈവത്തിന് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാതറിനെ പോലെ ശക്തമായ രക്തം ചിന്താൻ തൻ്റെ ഇടമുള്ള കുറെ പേരെ ആവശ്യമാണ്. സഹോദരന്മാരുടെ കൂട്ടത്തിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു സ്തോത്രം ചെയ്യും. സഹോദര, ഇന്ന് രാത്രി ആ കരങ്ങളെ ദൈവത്തിന് ആവശ്യമാണ്. നിന്റെ വീട്ടിലെ പോരാട്ടത്തിന് നിന്നെ തകർക്കാൻ കഴിയില്ല. നിന്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് നിന്നെ അട്ടിമറിക്കാൻ കഴിയില്ല. നിന്റെ പണപ്രശ്നങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. നിന്റെ ആ ഉയർന്ന കര സുവിശേഷത്തിന് വേണം. അരിമധ്യക്കാരനാകുന്ന ജോസഫിനെ എന്റെ ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ പൊസിഷനിൽ ഇരിക്കുന്ന സാറേ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവ തന്റെ നാമത്തിന് വേണ്ടി നിൽക്കുക. ഈ രാത്രി നിന്നെ വിളിക്കുകയാ. വായിച്ചു 9-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ കാലുകൾക്ക് വേഗമായി. തിമോത്തിയോസ് വായിക്കുക, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ കാണണം. വളരെ പെട്ടെന്ന് അവൻ പോകാൻ തയ്യാറായി. വായിച്ചു വരുമ്പോൾ അതിനകത്ത് പുസ്തകങ്ങൾ കൊണ്ടുവരണം, ചർമ്മലിഖിതങ്ങൾ കൊണ്ടുവരണം എന്ന് വായിക്കുമ്പോൾ താൻ പുസ്തകം എടുക്കാൻ തുടങ്ങി, ചർമ്മലിഖിതങ്ങൾ എടുക്കാൻ തുടങ്ങി. അടുത്ത വരി, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചു പോന്ന പുതപ്പുണ്ടല്ലോ, അതും കൂടി എടുത്തോണം, മറക്കരുത്. കർപ്പോസിന്റെ പക്കൽ ഞാൻ മറന്നു വെച്ചേച്ചു പോന്ന പുതപ്പെന്ന എഴുതിയിരുന്നെങ്കിൽ സാം കുമരകത്തിന് പെട്ടെന്ന് മനസ്സിലായേനെ. മറന്നു വെച്ചതാ, മറവി മനുഷ്യ സഹജമാ. പക്ഷേ മനഃപൂർവ്വം വെച്ചു പോന്നെന്നൊക്കെ പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ കണ്ടമിടറിപ്പോകും. അതിശൈത്യമുള്ള സമയം പൗലോസേ എങ്ങനെ പുതയ്ക്കാതെ കിടന്നു റോമിലെ കാരാഗൃഹത്തിൽ. അല്ല, എന്താ ഈ പുതപ്പും അവിടെ മനസ്സോടെ വെക്കാൻ കാര്യം എന്താ? പൗലോസ് പറയും, തണുപ്പ് ഭയങ്കരമാ, പുതയ്ക്കാതെ വേല നടക്കില്ല, ജീവിതം നടക്കുകയില്ല. തണുപ്പ് കൂടുതലാണെന്നും പറഞ്ഞൊരു വേലക്കാരൻ വേല വിട്ടു പോവുകയാണെങ്കിൽ എൻ്റെ ബ്ലാങ്കറ്റ് പുതച്ച് അവൻ വേലയിൽ നിൽക്കട്ടെ. എനിക്കൊരു ചോദ്യമുണ്ട് പൗലോസിനോട്, നിനക്ക് തണുക്കുന്നില്ലേ? റോമിലെ കാരാഗൃഹത്തിൽ പുതപ്പ് വേണ്ടേ? പൗലോസ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് പുതപ്പ് വേണ്ട, ഞാൻ സകലതും ശീലിച്ചിട്ടുണ്ട്. ദൈവം ശീലിപ്പിച്ചെടുത്തതായി ഈ ശുശ്രൂഷ. ദൈവം പഠിപ്പിച്ചെടുത്തവരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ആവലോടെ സ്തോത്രം ചെയ്യണം. ദൈവത്തിന്റെ പാഠശാലയിൽ കൂടി പഠിച്ച് പുറത്തിറങ്ങിയ അനുഭവം അകത്തു പേറിയ ദൈവമക്കൾ അലറി വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന്. ഉതപ്പും പുസ്തകവും ചർമ്മലിഖിതവും ഒക്കെയായി എഫെസോസിൽ നിന്ന് യാത്ര പുറപ്പെടുക ഒരു ക്രിസ്തു മനുഷ്യൻ റോമിലേക്ക് നേരെ ഓടിച്ചെന്നു. എവിടെ? റോമൻ കാരാഗ്രഹം. എൻ്റെ ഭാവന ഞാൻ പറയാം,
ആ ജയിൽ വാർഡൻ എടുത്ത് എന്നിട്ട് പറഞ്ഞു, സാർ ഈ കത്തൊന്ന് നോക്കിയേ, 4 ചാപ്റ്റർ ഉള്ളതാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ അകത്തിരുന്നുകൊണ്ട് എഴുതിയതാ. 2 കൈയും ചങ്ങലയില്ല, 2 കൈ കൊണ്ട് എഴുതിയതാ സാറേ. എൻ്റെ അപ്പൻ ഇതിനകത്ത് കിടപ്പുണ്ട്. നോക്കിയേ, ഇതിന് 4-ാമത്തെ ഭാഗം 9-ാമത്തെ വാക്യത്തിൽ വേഗത്തിൽ വരണമെന്നുണ്ട്. ഞാൻ ഓടി വന്നതാ എഫെസോസിൽ നിന്ന്. പിന്നെ 12 മുതൽ നോക്കിയേ, പുതപ്പ് കൊണ്ടുവരണമെന്നുണ്ട്, പുസ്തകം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചർമ്മലിഖിതമുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. എത്ര നാളായെന്നറിയാമോ എൻ്റെ അപ്പൻ തർസോസുകാരനാകുന്ന ശൗൽ, അപ്പോസ്തലനാകുന്ന പൗലൂസ് തണുത്തിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്, പ്ലീസ് ഈ പുതപ്പ് കൊണ്ട് കൊടുക്കുമോ, ഒന്ന് കൊണ്ട് കൊടുക്കുമോ? പുള്ളി ഓടിച്ചെന്നു. എനിക്ക് തോന്നുന്നു ആ രജിസ്റ്റർ ബുക്ക് നോക്കിക്കാണും. എന്നിട്ട് ആ പേര് കണ്ടു. പുള്ളി വളരെ പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് ആ പുതപ്പുമായി വന്ന് തിമോത്തിയോസിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ അപ്പന് ഇനി ഈ പുതപ്പ് വേണ്ട, അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. ആ പുതപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കാരാഗൃഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തിമോത്തിയോസിന് പൊട്ടിക്കറിയാനേ പറ്റൂ. എന്താപ്പാ, ഒരു രാത്രി ഈ പുതപ്പം പുതച്ച് സുഖമായി ഒന്നുറങ്ങിയിട്ട് നാളെ വെട്ടിക്കളഞ്ഞ പോരായിരുന്നു തല. തമ്പുരാൻ പറയും, തിമോത്തിയോസേ, വെറുതെ കരയാതെ വിട്ടുപിരിഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരിക്കാൻ ഇതുപോലെ ആഗ്രഹം പറഞ്ഞൊരു ഭക്തൻ വേറെ ഉണ്ടോ? അവനുള്ള ദൈവമക്കൾ ആ കരമൊന്ന് വീശി ആമേൻ പറഞ്ഞത്. കമാൺ കമാൺ കമാൺ. അവനുള്ള ദൈവമക്കൾ, ആവേശമുള്ള ദൈവമക്കൾ. അടുത്ത വർഷം എന്നെ കാണാൻ നിങ്ങൾക്ക് പറ്റുമോ അറിയില്ല, നിങ്ങളെ കാണാൻ എനിക്ക് പറ്റുമോ അറിയില്ല. ഒന്നുകിൽ നാം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരും. 2-ൽ-1 നടന്നാൽ നാം അവൻ്റെ ഒപ്പം വീതി, സ്വച്ഛ, സ്ഫടിക, തുല്യ, തങ്ക നിർമ്മിതമായ കണ്ണാടി കടലിൽ അവനുമായി ഉലാവുമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കണ്ട, ചാടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധി. എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ ഒന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ഒന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. കമോൺ പ്ലീസ് ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ആ ബോധപ്പം പിടിച്ചോണ്ട് എനിക്ക് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എന്നോട് പറയും, സാം കുമരകം, ഞാനേ എല്ലാരോടും ഒരുപോലെ ഡീൽ ചെയ്യുന്ന ഒരു ദൈവമല്ല. അല്ല, ചിലരോടൊക്കെ ഞാൻ അല്പം ഹാർഡായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. അതെ, ഞാനും അവനും മാത്രമേ ഇതിൻ്റെ അകത്ത് ബന്ധത്തിലുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കക്ഷിയും കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പറഞ്ഞേ ആമേ. ദൈവം ചിലരോട് ഹാർഡായിട്ട് ഇടപെടുന്നത് അവനും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു ഡീലിങ് കിട്ടിയ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുക, ക്രിസ്തു നിമിത്തം. കാര്യം, അല്പം പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാതെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന പലരെയും മുമ്പിൽ നിർത്തി തമ്പുരാൻ നിന്റെ കൈക്ക് പിടിച്ച് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞൊരു റിവാർഡ് തരുമെങ്കിൽ ഇന്ന് രാത്രി എങ്ങനെ സല്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയും? യേശു ഇന്ന് രാത്രി തന്റെ ജനത്തെ വിളിക്കുകയാ അവന്റെ വേലയിലേക്ക്. ഈ വർഷം ദൈവം മൈറ്റിയായിട്ട് യൂസ് ചെയ്യാൻ പദ്ധതിയിട്ട ഒത്തിരി പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. റഹീമത ജനക സൈന്റസ്. നാം ഒന്നിച്ച് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ, ഒന്നിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാൻ പോവാ. നാം ഒരുപക്ഷെ ഇന്ന് രാത്രി ആയിരിക്കാം ഒരു അപ്പോസ്തലിക അഭിഷേകം ദൈവം നിന്നെ തൊടുന്നത്. വർഷങ്ങൾ നീ കൊടുത്ത വിലയ്ക്ക് ഇന്ന് രാത്രി ദൈവം ഒരു അഭിഷേകം നിനക്ക് തിരിച്ചു തരുന്നത്. ഇന്ന് രാത്രിയാണെങ്കിൽ അത് വാങ്ങാൻ തൻ്റെ ഇടത്തോടെ വന്ന കരങ്ങൾ ഉയരട്ടെ. എന്നെ ഇതുപോലൊരു യോഗത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് തൊട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാലോ? അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും അവിടെ നിൽക്കേണ്ട. കരങ്ങൾ ഉയർത്തിയവരെല്ലാം മുമ്പിലേക്കൊന്ന് അതിവേഗം ഒന്ന് ഓടി വന്നാട്ടെ, അതിവേഗം മുമ്പിലേക്കൊന്ന് ഓടി വന്നാട്ടെ. റഹീമതബജമനക ഷൈഡസ്. സഹോദരിമാർ ഈ സൈഡിലേക്ക് വന്ന് നിന്നാട്ടെ, ആരും അവിടെ നിൽക്കണ്ട. സഹോദരന്മാർ മുമ്പിലേക്ക് വന്നാട്ടെ. നാം ഒന്നിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകാം. ഈ ലോകരാജ്യം ഹസ്തമിക്കാറായി, ലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. ഓ ലോകരാജ്യം അസ്തമിക്കാറായി, ലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. ഓ പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു, തന്റെ പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്നു. തന്റെ പാവനമായി ജീവിക്കുന്ന പാവനാര്, പാവനമായി ജീവിക്കുന്ന പാവനാര്. അബ്രഹാം, ഈസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. അബ്രഹാം, ഈസാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടു, കാത്തു കാത്തു നിന്നിടുന്ന സോദരാ നീ ഓർത്തിടു. പൂർത്തിയായി നിന്റെ അതിർത്ത് പാർത്തലം പേടിഞ്ഞു പോ, പൂർത്തിയായി നിന്റെ അതിർത്ത്. അബ്രഹാം,
ഇസാക്ക് യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. അബ്രഹാം ഇസാക്ക് യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടും. കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല നിൽക്ക് വാർത്തലം വേടിച്ചു പോകാൻ. പൂർത്തിയായി നിൻ വേല നിൽക്ക് വാർത്തലം വേടിച്ചു. കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിയൊരു ഹല്ലേലൂയ.